വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്ത നെടുമങ്ങാട് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ മെസ് പൂട്ടിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റേതാണ് നടപടി. മെസ്സിന് നഗരസഭയുടെ ലൈസൻസും ഇല്ല എന്നും കണ്ടെത്തി. ചന്തു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ചന്തു, ഈ ക്യാൻറ്റീനെതിരെ നേരത്തെ പരാതി ഉണ്ടായിരുന്നു? ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിരുന്നു. കാരണം നാട്ടുകാരാണ് ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചിരുന്നത്. പ്രധാനമായും ഈ വൃത്തിഹീനമായ സാഹചര്യം അവർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷേ വലിയ തോതിൽ പ്ലാസ്റ്റിക് അവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നതായി നാട്ടുകാർ പരാതി പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വൈകുന്നേര സമയങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനാൽ വലിയ തരത്തിൽ തന്നെ പുക അവിടെ നിന്നും ഉയരുന്നതായാണ് നാട്ടുകാർ പരാതി അറിയിച്ചത്. ഈ പരാതി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നെടുമങ്ങാട് നഗരസഭ അധികൃതർ, ആരോഗ്യ വിഭാഗം അധികൃതർ അവിടെ എത്തി പരിശോധന നടത്തിയത്. പരിശോധന നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ആഹാരം പാകം ചെയ്തതെന്ന് കണ്ടെത്തിയത്. മാത്രമല്ല, നഗരസഭയുടെ ലൈസൻസും ഈ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നില്ല. ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ, തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ആഹാരം നൽകുന്നത് ഇവിടുത്തെ മെസ്സിൽ പാചകം ചെയ്തതിനു ശേഷമാണ്. പക്ഷേ വൃത്തിഹീനമായ സാഹചര്യം അവിടെയുണ്ട്. മാത്രമല്ല, നഗരസഭയുടെ ലൈസൻസും ഇല്ല. തുടർന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ മെസ്സ് പൂട്ടിക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ്, തിരുവനന്തപുരത്തെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ മെസ്സാണ് ഇപ്പോൾ നഗരസഭ ആരോഗ്യ വിഭാഗം പൂട്ടിച്ചിരിക്കുന്നത്. നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് ഈ മെസ്സ് പ്രവർത്തിച്ചതെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം കണ്ടെത്തി. ചന്തുവാണ് വിവരങ്ങൾ നൽകിയത്.